നമ്മൾ ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പാക്കർ ലൈസൻസിന്റെ അതായത് നമ്മളുടെ ലീഗൽ മെട്രോളജി ലൈസൻസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനേക്കാളൊക്കെ റൂൾസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. ചെക്കിങ്ങിന് വരുമ്പോഴായിരുന്നു നമ്മൾ ഗവൺമെന്റ് ഫീസൊക്കെ അടയ്ക്കേണ്ടത് കേട്ടോ. എന്നാൽ ഇന്ന് സിസ്റ്റം ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പാക്കർ ലൈസൻസിന്റെ ന്യൂ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് എന്നെക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ പേര് അനിൽഡ എന്നാണ്. നമ്മളുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. ഏകദേശം 6 വർഷമായിട്ട് നമ്മൾ ബിസിനസിന്റെ ലൈസൻസ് രജിസ്ട്രേഷൻ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബിസിനസ്സുകൾക്ക് നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ നോക്കാം എന്താണ് പാക്കർ ലൈസൻസ് അതല്ലെങ്കിൽ ലീഗൽ മെട്രോളജി ലൈസൻസ് എന്നുള്ളത്. നമ്മളൊരു പ്രോഡക്റ്റ് അളന്നു തൂക്കി അതല്ലെങ്കിൽ പാക്ക് ചെയ്ത് വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ട ലൈസൻസ് ആണ് പാക്കർ ലൈസൻസ് എന്നുള്ളത്. അത് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു പാക്കർ ലൈസൻസ് എടുക്കേണ്ടതാണ്. ഈ ഒരു ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പാക്കർ ലൈസൻസ് കിട്ടുന്നത്. ഫുഡ് ഐറ്റംസ് വിൽക്കുന്നവർ മാത്രമല്ല, എന്ത് പ്രോഡക്റ്റും നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ നമ്മൾ പാക്ക് ചെയ്ത് അതല്ലെങ്കിൽ അളന്നു തൂക്കിയൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാക്കർ ലൈസൻസ് എടുക്കണം. ബാഗ്, ചെരുപ്പ്, ജ്വല്ലറി ഐറ്റംസ്, ക്ലോത്ത് ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടാകണം. നമുക്ക് വെറുതെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ പാക്ക് ചെയ്ത് വിൽക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മളുടെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള റൂൾസ് ഉണ്ട് എന്തൊക്കെയാണ് ഒരു പാക്കറ്റിൽ പ്രിന്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമാണ് നമുക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ തന്നെ അതിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടാകണം, മാനുഫാക്ചറിംഗ് ഡേറ്റ് ഉണ്ടാകണം, ബാച്ച് നമ്പർ ഉണ്ടാകണം. അങ്ങനെയുള്ള റൂൾസ് ഒക്കെ ഇറക്കിയിരിക്കുന്നത് നമ്മളുടെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ആ റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കുള്ളൂ. ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, ഹെയർ ഓയിൽ ആയിക്കോട്ടെ, എല്ലാ പ്രോഡക്റ്റും, സോപ്പ്, എല്ലാ ഐറ്റംസും കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അത് പ്രിന്റ് ചെയ്തിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് പാക്കർ ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഫുൾ പ്രൊസീജിയർ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈൻ ആയിട്ട് തന്നെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ചെക്കിങ് ഉണ്ടാവുമായിരുന്നു. ചെക്കിങ്ങിന് വരുമ്പോഴായിരുന്നു നമ്മൾ ഫീസ് അടയ്ക്കുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഓൺലൈൻ ആയിട്ട് തന്നെയാണ് ഫീസ് അടയ്ക്കുന്നത്. എത്ര രൂപയാണ് ഫീസ് വരുന്നത്? നമ്മൾക്ക് ഗവൺമെന്റ് ഫീ വരുന്നത് 750 രൂപയാണ്. ഏത് കൺസൾട്ടൻസി വഴിയാണോ നിങ്ങൾ എടുക്കുന്നത് ആ കൺസൾട്ടൻസിക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫീസ് കൂടി വരും. അപ്പോൾ തീരെ ചെറിയ ഫീസ് വാങ്ങുന്ന കൺസൾട്ടൻസിയിൽ നിങ്ങൾ ഈ ഒരു വർക്ക് കൊടുക്കാതിരിക്കുക. അതിന്റെ കാരണം ഇത് അത്യാവശ്യം ഒരു 3 മാസത്തേക്ക് ഒരു പ്രൊസീജിയർ ആണ്. അപ്പോൾ ശരിയായ രീതിയിൽ അവർ ഇത് ഉത്തരവാദിത്തത്തോടു കൂടി ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കൺസൾട്ടൻസിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഞങ്ങൾ വഴി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വഴി ചെയ്യാനായിട്ട് സാധിക്കും. എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്? എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസിന്റെ ഡോക്യുമെന്റ് വേണം. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ആ ഫുഡിന്റെ FSSAI സർട്ടിഫിക്കറ്റ് വേണം. അതിനുശേഷമാണ് പാക്കർ ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം മറ്റ് ബിസിനസ് ആണെങ്കിൽ MSME സർട്ടിഫിക്കറ്റ് വേണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു പാക്കർ ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡോക്യുമെന്റ് വേണ്ടത് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ ചെയ്യുന്നത് ആ പ്രോഡക്റ്റിൻ്റെതായിട്ടുള്ള ലൈസൻസ്, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ബിസിനസ് ഡോക്യുമെന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് വരുന്നത് നമ്മൾ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ വീടിന്റെ കരമടച്ച പേപ്പർ വേണം. സെപ്പറേറ്റ് ബിൽഡിങ്ങിലാണെങ്കിൽ ബിൽഡിങ്ങിന്റെ ആ ഒരു ടാക്സ് അടച്ച പേപ്പർ വേണം. എന്തിനാണ് ഇത്തരത്തിൽ ടാക്സ് അടച്ച പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നത്? ടാക്സ് അടച്ച പേപ്പറിൽ ബിൽഡിങ്ങിന്റെ ഓണർ ആരാണ് എന്നുള്ളതിന്റെ പേരുണ്ടാകും. അപ്പോൾ ആ ഒരു ഓണറിന്റെ തെളിവായിട്ടാണ് നമ്മൾ ഈ ഒരു ടാക്സ് അടച്ച പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് വേണ്ടത് NOC ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഓണർ ഇല്ലേ, ആളുടെ കയ്യിൽ നിന്ന് ഈ ഒരു വീട്ടിൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി പ്രശ്നമില്ല എന്ന് നമ്മൾ എഴുതി സൈൻ വാങ്ങണം. അതിനാണ് NOC എന്ന് പറയുന്നത്. റെന്റൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ റെന്റൽ എഗ്രിമെന്റ് മതി. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? ബിസിനസ് ഡോക്യുമെന്റ് വേണം. ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ്, MSME, K-Shift അങ്ങനെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആണ് ബിസിനസ് ഡോക്യുമെന്റ്. നമ്മൾ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത് ആ ഒരു ബിൽഡിങ്ങിന്റെ കരമടച്ച പേപ്പർ വേണം. NOC അല്ലെങ്കിൽ റെന്റൽ എഗ്രിമെന്റ് വേണം. ഈ 3 ഡോക്യുമെന്റ് ആണ് നമുക്ക്
ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ എന്തൊക്കെ ബിസിനസ് ആണ്, എന്തൊക്കെ പ്രോഡക്റ്റ് ആണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് ഗവൺമെന്റ് ഓഫീസർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് റിട്ടേൺ അയക്കുന്നതാണ്. നമ്മളത് റീസബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത്. എല്ലാം ഓൺലൈൻ ആയിട്ട് തന്നെയാണ്. എപ്പോഴാണ് നമ്മൾ ഈ ഒരു പാക്ക് ലൈസൻസ് എടുക്കേണ്ടത്? നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് നമ്മൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു പാക്കർ ലൈസൻസ് എടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും. 5000 രൂപയാണ് ഫൈൻ വരുന്നത്. നമ്മൾ ഫൈൻ അടച്ചാൽ മാത്രമാണ് പിന്നീട് നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് ബിസിനസ് തുടങ്ങി എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പാക്കർ ലൈസൻസ് എടുക്കേണ്ടതാണ്. പാക്കർ ലൈസൻസ് പുതുക്കേണ്ട ആവശ്യമുണ്ടോ? റിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര നാളാണോ ആ ഒരു ബിൽഡിങ്ങിൽ ബിസിനസ് ചെയ്യുന്നത് അത്രയും നാൾ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 50 വർഷം ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ ബിസിനസ് ചെയ്താലോ 50 വർഷവും നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നെ യൂസ് ചെയ്യാം. 1 വർഷമാണ് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൽ ബിസിനസ് ചെയ്തുള്ളെങ്കിലോ 1 വർഷം നമുക്കത് യൂസ് ചെയ്യാം. എത്ര നാള് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൽ ബിസിനസ് ചെയ്യുന്നു അത്രയും നാള് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാം കേട്ടോ. എൻ്റെ വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വഴി ലൈസൻസ് എടുക്കുന്ന ആളുകൾ, എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.